ചെറിയ റെസിപ്പിയാണ്. ഇത് എരിശ്ശേരി പല വിധത്തിൽ വെക്കാം. നമുക്ക് വറുത്തെരിശ്ശേരി വെക്കാം, തേങ്ങ വറുത്തരച്ചുകൊണ്ട്. ഇത് സാധാരണ ഒരു എളുപ്പത്തിൽ നമുക്ക് റൈസിനൊക്കെ കൂട്ടി കഴിക്കാനുള്ളതാണ്. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ടതാണ്. പിന്നെ പരിപ്പ് നമുക്ക് നമ്മുടെ 2 കൈ നിറയാന്നുള്ളതിൽ പരിപ്പും പിന്നെ ഒരു പകുതി നേന്ത്രക്കായ, നല്ല കട്ടിയുള്ള ഒരു പകുതി നേന്ത്രക്കായും കൂടെ പച്ചക്കായ വേവിച്ചതാണ്. കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണിക്കാൻ ഇന്നതാ ചേർത്തത്. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന മുളക് പൊടി, പിന്നെ ഇപ്പോൾ ഉപ്പും ചേർത്തു. ഇത് വേവിച്ചതിന് ശേഷം ഉപ്പും ചേർത്തു. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ അരപ്പ് തേങ്ങ, ഒരു മുറി തേങ്ങയും, മുറി വെച്ചാൽ നിങ്ങൾക്ക് 1 കപ്പ് എടുക്കാം. തേങ്ങയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 4 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനം ചേർത്തിട്ട് അരച്ചതാണ്. ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് പാകത്തിന് കുറച്ചുകൂടെ വെള്ളം വേണം. ഇതിൽ കണ്ടല്ലോ, ജീരകവും വെളുത്തുള്ളിയാണ് ഇതിന് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കറിവേപ്പില ചേർത്ത്, പിന്നെ കടുകും കറിവേപ്പിലയും മുളകും കൂടെ വറവിടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ, നമ്മൾ ചിരവിയ തേങ്ങയോ അല്ലെങ്കിൽ ഡിസ്കറ്റ് കോക്കനട്ടോ ചേർക്കാം. ഞാൻ ഡിസ്കറ്റ് കോക്കനട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ആകുമ്പോൾ വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കണ്ടല്ലോ, ഈ ഇറച്ചി നല്ല ടേസ്റ്റ് ആയിരിക്കും. റൈസിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മുടെ ഓംലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരിക്കും. നല്ല ചൂട് ചോറും അതിലേക്ക് ഇത്തിരി നെയ്യൊക്കെ ഇട്ടാൽ എന്താ പറയണ്ടേ. കണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഇത് തിളച്ചതിന് ശേഷം താളിക്കണം, അത്രയേ വേണ്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ പരിപ്പും പച്ചക്കായും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ വേവിച്ചെടുത്തു. വെന്തതിന് ശേഷം ഉപ്പ് ചേർത്തു. ഇനി ഇത് തിളച്ചതിന് ശേഷം പിന്നെ കടുകും കറിവേപ്പിലും മുളകും ഉണക്കമുളകും കുറച്ച് തേങ്ങ നമ്മൾ സാധാരണ ചിരവിയ തേങ്ങ ചേർക്കാം. കടുകും കറിവേപ്പിലയും മുത്തതിന് ശേഷം തേങ്ങയും ചേർത്ത് തേങ്ങ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇറച്ചി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇറച്ചി ഞാൻ പറഞ്ഞത് പല വിധത്തിലുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ പിന്നെ നമ്മുടെ വെള്ളരിക്ക ചേർത്ത് വെക്കാം. പിന്നെ എന്താ പറയണ്ടേ, പൊട്ടിക്കാം, എല്ലാം ഇങ്ങനെ ഇറച്ചി ഉണ്ടാക്കാം. പക്ഷെ എല്ലാത്തിലും ഈ വെളുത്തുള്ളി അങ്ങനെ മാച്ച് ആവില്ല. എല്ലാ കറിയിലും വെളുത്തുള്ളി ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല. കുക്കറിൻ്റെ ഇതാവണ്ട, കുക്കറിൻ്റെ കളറേ ഇതാണ്. ഓക്കെ, ഇപ്പം ഇതിലേക്ക് ഞാൻ 2 കറിവേപ്പില നല്ലോണം ഞെരടി ഇത് ചേർക്കുകയാണ്. ഏതാണ്ട് കറി ആയിട്ടുണ്ട്, കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തളിച്ചൊഴിക്കണം. ആദ്യമേ വേവിച്ച് നമ്മുടെ വെജിറ്റബിൾസ് എന്താ ചേർക്കാൻ വെച്ചാൽ വേവിച്ചെല്ലാം കാണിച്ചാൽ നമുക്ക് എളുപ്പം ഒരു റെസിപ്പി അധികം നേരം ബോറടിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഒന്ന് താളിച്ചൊഴിക്കട്ടെ. താളിക്കാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ കടുകെല്ലാം ഒന്നിച്ചിടുകയാണ്. കടുകും ചെറിയ തരം കടുകാണിത്, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ട് ഞാൻ കടുക്, മുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്നായിട്ട് സാധാരണ കടുകിനേക്കാളും വളരെ ചെറുതാണിത്. ഈ കടുക് പെട്ടെന്ന് തന്നെ പൊട്ടിത്തീരും. അതിലേക്ക് തേങ്ങാപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങേൻ്റെ മറ്റേ നമ്മുടെ സാധാരണ പച്ച തേങ്ങ തന്നെ ചേർക്കാം. എന്നിട്ട് മൂപ്പിച്ചാൽ മതി. ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്, ടൊമാറ്റോ ഫ്രൈ. അതിന് വേണ്ടുന്നത് നമ്മുടെ ഒരു 3 ടൊമാറ്റോ റൗണ്ടായി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ടൊമാറ്റോ നിരത്തി വെച്ച് ഇതിന് മുകളിൽ കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് നല്ലോണം ഞെരടി എടുത്തതിന് ശേഷം
അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുക. രണ്ട് സൈഡിലും മുളക് പൊടിയും ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഇങ്ങനെ ഫ്രൈ ആയത് നന്നായിട്ട് ഇതുപോലെ ആയി വരുമ്പോൾ തിരിച്ചിട്ടും ചെയ്താൽ ഇത് പാകത്തിനായാൽ നമ്മൾ എല്ലാം എടുത്ത് വെച്ച് റൈസിൻ്റെ കൂടെ സൈഡിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്യുക. ചെറിയ സിമ്പിൾ റെസിപ്പി. ടൊമാറ്റോ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പുളിയില്ലാത്ത കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പം നമ്മുടെ പരിപ്പരശ്ശേരി പിന്നെ മസാലക്കറി ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഇത് ഇത്തിരി പുളിയും എരിവും ഉപ്പും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റാണ്. സൈഡിൽ 2 പീസ് വെച്ചിട്ട് കഴിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അഭിപ്രായം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.